ഇസ്രായേൽ 5 തലങ്ങളിൽ ഇപ്പോൾ വെല്ലുവിളികൾ നേരിടുന്നു. ഒന്ന്, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് IDF പൂർണ്ണമായി രാഷ്ട്രീയ നേതൃത്വവുമായി ഏകോപനത്തിലല്ല എന്ന് ഈ അടുത്ത കാലത്ത് തെളിയുകയാണ്. പ്രത്യേകിച്ചും ഖത്തറിലെ ആക്രമണം മൊസാദ് വേണ്ട 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 എന്ന് നെതന്യാഹുവിനോട് 100 വട്ടം പറഞ്ഞതാണ് എന്നാണ് ഇസ്രായേലിൽ നിന്ന് വെളിയിൽ വരുന്ന രേഖകളിൽ കാണുന്നത്. എങ്കിലും നെതന്യാഹു നിർബന്ധം പിടിക്കുകയും ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഹാഫ് ഹാർട്ടഡ് ഒരു ആക്രമണമാണ് ഖത്തറിൽ നടന്നത്. അതൊരു സൂചനയാണെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിനെ പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് എത്ര കാലം ഫലപ്രദമായി വിന്യസിക്കാനാവും ഒരു ചോദ്യമാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന ഗാസയിലെ ഫൈനൽ പുഷ് പോലും ഒരു ഹാഫ് ഹാർട്ടഡ് ആണ്. കാരണം ഒരു ബാറ്റിൽ വർത്ത് യൂണിറ്റ് ആയിരിക്കാം IDF, പക്ഷേ ബാറ്റിൽ ഹാർഡൻഡ് ആയിരിക്കാം, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. 2 വർഷമായി നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇറാനുമായി പോരാട്ടം, ഹുതികളുമായി പോരാട്ടം, ഹിസ്ബുള്ളയുമായി പോരാട്ടം, ഹമാസുമായി പോലും തുടരുന്ന പോരാട്ടം, ഖത്തറിലെ പോരാട്ടം എന്നു വേണ്ട പോരാട്ടങ്ങൾ മാത്രം കണ്ട 2 വർഷം. അതുകൊണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഒരു വിഭാഗമെങ്കിലും മാറി ചിന്തിക്കുമോ എന്ന ഒരു സന്ദേഹം. ഇതുവരെ അതിനുള്ള സാധ്യതയില്ല, പക്ഷെ അവർ അണ്ടർ പൊളിറ്റിക്കൽ കൺട്രോൾ ആണ്. പക്ഷെ അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, ബന്ദി മോചനം മരീചികയായി നിൽക്കുമ്പോൾ ബന്ദികളുടെ ഫാമിലീസ് ഇസ്രായേൽ ഉള്ളിൽ തന്നെ ഉയരുന്നൊരു വൻ വികാരമുണ്ട്. നെതന്യാഹു ഒരു ബലത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ബന്ദി മോചനം സാധ്യം. ഒരു ബന്ദിയെ പോലും ഇസ്രായേൽ ബലം പ്രയോഗിച്ച് ഗസയിൽ നിന്നും മോചിപ്പിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് അതൊരു വലിയ കീറാമുട്ടിയാണ്. ബന്ദികളുടെ ഫാമിലീസ് അവരെ ജീവനോട് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഉയർന്നു വരുന്ന നെതന്യാഹുവിനെതിരെ ജനാധിപത്യപരമായി ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ അവഗണിക്കാൻ പൂർണ്ണമായി ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല. അടുത്ത ഒരു സന്ദേഹം ഇസ്രായേലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, അമേരിക്ക കട്ടക്ക് പിന്തുണയ്ക്കുന്നു എന്ന് പറയാമെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആ രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കാനാവില്ല. വലിയ രീതിയിലുള്ള വിമർശനമാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ഉൾപ്പെടെയുള്ള EU രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഉപരോധം ഇസ്രായേലിനെതിരെ കർശനമായ ഉപരോധം വേണമെന്ന് യൂറോപ്യൻ യൂണിയന്റെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ തന്നെ ഉടനടി സമ്മേളനം കൂടുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഒരുപക്ഷെ യൂറോപ്യൻ ഉപരോധം, എല്ലാ രീതിയിലും സാമ്പത്തികവും സൈനികവുമായ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി തന്നെയാണ്. അമേരിക്കയുടെ മാത്രം പിൻബലത്തിൽ, ട്രംപിന്റെ മാത്രം പിന്തുണയിൽ എത്ര കാലം മുന്നോട്ട് പോകാനാവും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അടുത്ത ഒരു കാര്യം, അറബ് രാജ്യങ്ങൾ നേറ്റോ മാതൃകയിൽ ഒരു സൈനിക സഖ്യത്തിലേക്ക് ഇസ്രായേലിനെതിരെ ഒരിക്കൽ കൂടി യോജിച്ചുള്ള ഒരു മുന്നണിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ തോന്നിയതുപോലെ ഇനി അറബ് രാജ്യങ്ങളെ ഖത്തറിനെ ആക്രമിച്ചതുപോലെ കയറി ആക്രമിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. നെതന്യാഹു പറയുന്നത്, തങ്ങൾ എവിടെയും, ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലമിലും ടെലവീവിലും ചെന്ന് ഇസ്രായേലുമായി സംഭാഷണം നടത്തി. അപ്പോൾ കാര്യങ്ങൾ മയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല, ഒരു അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയുകയാണ്. ഇത് കുറിപ്പിന്റെ ഉറപ്പ് പോലെയല്ലേ ഉള്ളൂ. തൊട്ടടുത്ത നിമിഷം നെതന്യാഹു പറയുകയാണ്, ഹമാസ് എവിടെ പോയി ഒളിച്ചാലും തങ്ങൾ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കും. അതുകൊണ്ട് ഖത്തറിൽ തന്നെ ഇനി ഒരു ആക്രമണം, ഇസ്രായേലി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ നേറ്റോ മാതൃകയിൽ സംഘം ചേർന്ന് ഇസ്രായേലിനെതിരെ ഒരാക്രമണത്തിനുള്ള സ്കോപ്പുണ്ടോ? അത് മാത്രമല്ല, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ സാധ്യമാകുന്നതിന് വേണ്ടി ന്യൂയോർക്കിൽ ഒരു ധാരണയായതുമാണ്. അതിനുവേണ്ടി ഒരു ഫൈനൽ പുഷിന് വേണ്ടി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമോ? ഇതുവരെ അറബ് ഇസ്ലാമിക യൂണിറ്റി പേപ്പറിൽ ഒതുങ്ങിയിരിക്കുന്നു. ഇനി അത് യാഥാർത്ഥ്യമാകുമോ? ഇതെല്ലാം ഇസ്രായേലിനെ തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ചരിത്രപരമായി ഇസ്രായേൽ ഇതെല്ലാം അതിജീവിച്ചിട്ടുണ്ട് എന്നത് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്. അത് തുടരാനാവുമോ? സംശയമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. യമനിലെ തുടരുന്ന വിഷയങ്ങൾ, ഗാസ ഒരു കരക്കടുപ്പിക്കാൻ കഴിയാത്തത്, ഇപ്പോൾ ഖത്തറിനെ ചൊറിഞ്ഞ് ആകെ ഒരു പുലിവാലി പിടിച്ച അവസ്ഥ, ഇത് 3ഉം പരിഗണിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും പുട്ടിങ് എ ബ്രേവ് ഫേസ് എത്രത്തോളം തുടരാനാവുമെന്ന് ഉറപ്പില്ല.